വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി സബ് ക്വറി ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തപ്പോൾ സബ് ക്വറി ഉപയോഗിച്ചിരുന്നു. അതേപോലെ സബ് ക്വറി ഉപയോഗിച്ചിട്ട് ഡാറ്റ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ പറയാണ് നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്കുള്ളത്. ഫിനാൻസ്, HR, IT അല്ലെ, നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോ ഈ 3 ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് IT എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിനെ കാണണം. നമുക്ക് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ID അറിയില്ല. ID അറിയാമെന്നുണ്ടെങ്കിൽ ID പാസ് ചെയ്താൽ മതി, ഡിപ്പാർട്ട്മെന്റ് ID എന്നുള്ളത്. അപ്പൊ അതിന് പകരം നമുക്ക് സബ് ക്വറി ഉപയോഗിക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ഡിപ്പാർട്ട്മെന്റ് ID ഇൻ എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സബ് ക്വറി കൊടുക്കണം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ID ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് വേർ ഡിപ്പാർട്ട്മെന്റ് നെയിം ഈക്വൽ ടു IT. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ IT എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നെയിം ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ID കിട്ടും. അപ്പൊ ആ ID ആണ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ID എന്തായിരിക്കും? IT എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ID 3 ആണ്. അപ്പൊ 3 ആയിരിക്കും. ആദ്യം നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കാം. റിസൾട്ട് നോക്കി 3 എന്ന് പറഞ്ഞ ID ഉള്ള ആരില്ല. അപ്പൊ നമുക്ക് HR, അതില് എംപ്ലോയീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റിസൾട്ട് ഒന്നും വന്നില്ല. HR ആണ്. HR എന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസ് ആണ് കാണുന്നത്. HR എന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? HR എന്ന ഡിപ്പാർട്ട്മെന്റ് ID 2 ആണ്. അതിലുള്ള എംപ്ലോയീസ് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടി. സ്റ്റാർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ടേബിളിലുള്ള എല്ലാ ഫീൽഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ കോമ സെപ്പറേറ്റഡ് ആയിട്ട് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇൻ 1 എന്ന് പറഞ്ഞ കൊടുത്താൽ എന്താണ്? 1 ആയിട്ടുള്ള 1 ഉള്ള ഈക്വൽ ടു 1 എന്ന് കൊടുക്കാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ 1 എന്ന് കൊടുക്കും. ഇൻ 1 എന്ന് കൊടുത്താൽ ഒന്നിലധികം വാല്യൂസ് കൊടുക്കും. ഇവിടെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് 1 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ID ഉള്ള റെക്കോർഡ് ആണെങ്കിൽ ഇങ്ങനെ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഒന്നിലധികം വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു 1 ഓർ ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു 2 ഓർ ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു 3 ഓർ ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു 4. അങ്ങനെ ഒരുപാട് ലെങ്ത് ആയിട്ട് കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം വാല്യൂസ് ഇങ്ങനെ കോമ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയണേ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ഡിപ്പാർട്ട്മെന്റ് ID ഇൻ 1, 2, 3 or 4. ഈ ഏതെങ്കിലും IDs ഉള്ള എംപ്ലോയീസിനെ ഉപയോഗിക്കാൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ 1ഉം 2 ഉള്ള കിട്ടി. 3ലും 4ലും നമുക്ക് എംപ്ലോയീസ് ഇല്ല, അതുകൊണ്ട് കിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നിലധികം വാല്യൂസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതേപോലെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സബ് ക്വറി ഉപയോഗിച്ച് അതേപോലെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും.